ജാസ്മിനും ഗബ്രിക്കും ചില മത്സരാർത്ഥികൾക്ക് ജിൻഡോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റും. അങ്ങേരെ ദ്രോഹിക്കാവുന്നതിനെ പരമാവധി ദ്രോഹിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. ഇന്ന് തന്നെ ഈ ജിൻഡോയ്ക്കും നോറയ്ക്കും ടാസ്കിൻ്റെ ഇടയിൽ നമ്മുടെ ഗബ്രിയും ജാസ്മിനും കൂടാണ് കാബേജ് അരിഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ജിൻഡോയും ജാസ്മിനുമാണ് കാബേജ് അരിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കണ്ടന്റ് കിട്ടത്തില്ല എന്ന് അറിഞ്ഞ് പവർ ടീം ഇടപെടുന്നു. ജിൻഡോയോട് പറയുന്നു, പോയി ടാസ്ക് വിളിച്ചു, ഞങ്ങൾ വേറെ ആളിനെ ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മുടെ ഗബ്രിയെ ഏർപ്പാട് ചെയ്യുന്നു. ഗബ്രിയും ജാസ്മിനും കൂടെ ആകുമ്പോൾ അവർക്ക് കുഴപ്പമില്ലല്ലോ. അവർ രണ്ടുപേരും കൂടെ സുഖമായിട്ടിരുന്ന് കാവേജെല്ലാം അരിഞ്ഞു. ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായതാണ്. ജാസ്മിനെ വെണ്ടയ്ക്ക അരിയാൻ ഏൽപ്പിച്ചു. വെണ്ടയ്ക്ക അരിയാൻ ഏൽപ്പിച്ച ശേഷം അവിടെ മൊത്തം താഴെ മൊത്തം വേസ്റ്റായി. അപ്പോഴേ ജിൻഡോ പറഞ്ഞതാണ്, ഇന്ന് ഞാൻ തൂക്കും, ഇനി നാളെ എനിക്ക് പറ്റില്ല എന്ന്. പക്ഷേ എന്തോ മനഃപൂർവ്വമാകാം, ജിൻഡോ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലേ. കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ജാസ്മിനാണ്. ജാസ്മിൻ കാവേജെല്ലാം അരിഞ്ഞതിന് ശേഷം ജിൻഡോയോട് പറയുന്നു, ഇവിടെ തൂത്ത് വാരണം എന്ന്. അപ്പോൾ ടാസ്കിൻ്റെ കൈ കെട്ടിയിരിക്കുകയാണ്. ടാസ്കിനിടയിൽ ജാസ്മിനും ഗബ്രിയും പറയുന്നു, ഇവിടെ എല്ലാം തൂത്ത് വാരണം എന്ന്. അപ്പം ജിൻഡോ ഇന്ന് പറഞ്ഞു, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, ടേബിളിൻ്റെ മണ്ടയ്ക്കുള്ളത് ഞാൻ വാരിക്കളയാം, പക്ഷേ താഴെ കിടക്കുന്നത് എന്നെ കൊണ്ട് വാരാൻ പറ്റില്ല, എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്നത് ജിൻഡോയെ നമുക്കവിടെ കാണാൻ പറ്റും. പക്ഷേ ജാസ്മിനും ഗബ്രി സമ്മതിക്കുന്നില്ല, തൂത്ത് വാരിയേ പറ്റൂ എന്നുള്ള കെട്ടായത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ജിൻഡോ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്, എനിക്ക് സൗകര്യമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുന്ന ജിൻഡോയെ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ ആർക്കും ഒന്നും പറയാൻ വയ്യ. ജിൻഡോയുടെ പക്ഷത്ത് ജിൻഡോ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, ഈ കാബേജ് എല്ലാം കൂടെ, കാബേജ് ആയാലും എന്തുമായാലും പച്ചക്കറി താഴെ ഇങ്ങനെ ഇടരുത്. അതുമല്ല, അടുക്കളയിൽ വെച്ചല്ല ഇത് കട്ട് ചെയ്യുന്നത്, ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവളെല്ലാം അങ്ങ് വിതർത്തി. പ്രത്യേകിച്ച് ഇന്നലെ ജിൻഡോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം കൂടെ തീർത്ത് കാണാം. കൂടെ ഗബ്രിയും കൂടെ ഉണ്ടല്ലോ. അപ്പം അവർ റെഫർ പറയുന്നതിനിടയിൽ ഇതെല്ലാം കാവേജ് പകുതിയോളം താഴെ പോയി എന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ വീട്ടിലെ മത്സരാർത്ഥികളെല്ലാം വന്ന് ജിൻഡോയോട് പറയുകയാണ്, ജിൻഡോ അത് ചെയ്യ്, ഏതായാലും ഇനി ഒരു വഴക്കുണ്ടാക്കണ്ട, ടാസ്ക് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വഴക്കിലേക്ക് പോകണ്ട, ഏതായാലും ജിൻഡോ അങ്ങ് ചെയ്യ് എന്ന് പലരുടെയും അഭ്യർത്ഥന വാങ്ങിച്ച് ജിൻഡോ ഇപ്പം തൂത്തു മാറുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും തോന്നുന്നത് ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നു, പവർ ടീമാണ് ഇടപെട്ടത് ജിൻഡോയെ മാറ്റുന്നത്, ജിൻഡോ ചെയ്യേണ്ട, ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ജിൻഡോ പൊക്കോ എന്ന് പറഞ്ഞ ആ സമയത്താണ് ജിൻഡോ പോകുന്നത്. പക്ഷേ ജാസ്മിനും ഗബ്രിയും സമ്മതിക്കത്തില്ല. അപ്പം ജിൻഡോയ്ക്ക് വേണമെങ്കിൽ പറയാം, പവർ ടീമാണ് എന്നെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത്, നിങ്ങൾ അവരോട് ചെന്ന് പറയാം, എന്നെക്കൊണ്ട് സൗകര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കാതിരുന്നു. പക്ഷേ അവിടുത്തെ മറ്റു മത്സരാർത്ഥികളിലെ ചിലരൊക്കെ ഉണ്ട്, ജിൻഡോയെ സ്നേഹിക്കുന്നവരും ഒക്കെ ഉണ്ട്. അവരുടെ ചില സ്നേഹപൂർണമായ ചില അപേക്ഷകൾക്ക് മുമ്പിൽ ജിൻഡോ ഏതായാലും വഴങ്ങിക്കൊടുത്തു. ജിൻഡോ അവിടെ എല്ലാം തൂത്തുവാരുന്നുണ്ട്.